തങ്കച്ചി പാസം പടമാണോ പിന്നെ? ഓടും കൂടും. നല്ല റിവെഞ്ച് ഒക്കെ ഉണ്ട്. പിന്നെ പെർഫോമൻസ് സീനാണ്. ഇപ്പൊ കോച്ച് പോകണില്ലേ? ഫൈറ്റ് സീക്വൻസ് ഇപ്പൊ ബ്ലാസ്റ്റ് സീനാണ്. പെങ്ങളിപ്പോ മരിച്ചു ആവും. ഫുൾ തീർത്തോട്ടോ. ഫുൾ വായിച്ചു. ഇത്ര പെട്ടെന്നാ? അപ്പൊ ശരി. ഓക്കെ. ഹലോ. എന്താ കൊടുക്കണേ? എങ്ങനെയുണ്ടായിരുന്നു? പറ, എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ കണ്ടില്ല. എവിടെയായിരുന്നു? അനുഭവം നടന്നത്. എന്നെ പഠിപ്പിക്കാൻ വന്നാണോ അവളെ പഠിപ്പിക്കാൻ വന്നോ? അതങ്ങനെ പുസ്തകമൊക്കെ കൊടുക്കലും വാങ്ങലൊക്കെ? അയ്യേ, അതിന്റെ പാഠപുസ്തകമൊന്നുമല്ല. മഞ്ഞ് ആധുനികമാണല്ലേ? ഏയ്, അത്ര വലിയ ആധുനികമൊന്നുമല്ല. 1960 പ്രസിദ്ധീകരിച്ച. MD ഒന്നും വായിക്കാറില്ലല്ലേ? നമുക്കൊന്നും പുസ്തകമൊന്നും തരാൻ ആരുമില്ലേ? തന്നിരിക്കുന്നു. വെച്ചോ. ഒരു രാജമല്ലി. Mr. Robin, you are surrounded. നിങ്ങൾക്ക് തെറ്റി സർക്കിൾ ഇൻസ്പെക്ടർ പോലീസ്. നിങ്ങൾ എന്നെയല്ല വളഞ്ഞിരിക്കും, ഞാൻ നിങ്ങളെ. അതെ, ഞാൻ നമ്മുടെ സംവിധായകന്റെ കൂടെ ആ പൈസ കേട്ടോ, ഗംഭീരമായിട്ട്. അത് വലിയ അഭിപ്രായം. പിന്നെ അങ്ങനെയല്ലേ വരുള്ളേ? ആരെ പഠിപ്പിച്ച? അല്ല, അതിന്റെ സന്തോഷത്തിന് ഭാഗമായിട്ട് 2 പോയി അടിച്ചാലോ? ഹോട്ടലിലേക്ക് പോവാം. ഹോട്ടലില്ല, ബാറിൽ പോവാം. ബാറിലൊന്നും പോണ്ട. നാളെ രാവിലെ 8 ഫ്ലൈറ്റ് ഉള്ളൂ. അങ്ങനത്തെ ഒരു വ്യവസ്ഥ ഒരു ആക്ടർക്ക് പാടില്ലെന്ന്. എന്താ ചെയ്യേണ്ടത്? അതൊക്കെ ചെയ്യണം. ദൈവമേ, നാളെ കൊച്ചിയിലെ കോളേജിന്റെ പ്രോഗ്രാം കമ്മിറ്റ് ചെയ്തിട്ടുള്ളതാണ്. എല്ലാരും കൂടി വെള്ളമടിച്ച് പോയി കേട്ടോ. വാ, കയറി ബാറെങ്കിൽ ബാർ കയറ്. സൂപ്പർ സ്റ്റാർ ഡേവിഡ് പടിക്കർ. അത് വിടണം. അത് വിടണം. താൻ ഓരോരോ ക്യാരക്ടർ ഇങ്ങനെ പറക്കിയെടുത്ത് ഇങ്ങനെ മാറ്റി വെക്കണം. സൂപ്പർ സ്റ്റാർ ഡേവിഡ് പടിക്കർ, അത് മരിക്കണം. തനിക്ക് എന്നെ എത്ര കാലമായിട്ട് അറിയാം? ഞാൻ അങ്ങനെ ഓസിന് സൂപ്പർ സ്റ്റാർ ആയതൊന്നുമല്ല. ഞാൻ നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടാ സിനിമ വന്നത്. കുറെ അധ്വാനിച്ചിട്ടാ സൂപ്പർ സ്റ്റാർ ആയത്. ഇനി അച്ഛൻ വേഷം, അമ്മാവൻ വേഷം ചെയ്യണോ? കൂട്ടുകാരൻ വേഷം, അളിയൻ വേഷം, വില്ലൻ വേഷം ചെയ്യണോ? കുഞ്ഞുപടം ചെയ്യണോ? നടക്കില്ല. എടോ, എന്റെ ആദ്യത്തെ 3 പടം സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആയിരുന്നോ? ഒരെണ്ണം ഇൻഡസ്ട്രി ഹിറ്റും. അത് ചെയ്തു ഞാൻ തന്നെയല്ലേ? ആദ്യത്തെ 3 സൂപ്പറായിരുന്നു. അന്ന് താൻ ഫ്രഷ് ആയിരുന്നു. താനൊരു സാധാരണക്കാരനായിരുന്നു. ജനങ്ങളുടെ കൂടെ ഇങ്ങനെ ഇഴുകിച്ചേരാൻ പറ്റുമായിരുന്നു. താൻ എന്ന് സൂപ്പർ സ്റ്റാറായി അന്ന് തൻ്റെ പണി പാളി. മോനെ, ഈ സിനിമ എന്ന് പറയുന്നത് ഒരു ചരിത്രമാണ്. അതൊരാൾക്കും ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. താൻ ഈ അടുത്തൊന്നും ചെയ്തല്ല അവസാനമായിട്ട്. അയ്യേ, എന്താണ് എന്തൊക്കെയാണ് ആസനമുള്ളത്? എന്താണ്? സിംഹാസനം. ഗരുഡ സിംഹാസനം. ഗരുഡ സിംഹാസനം. എൻ്റെ അമ്മോ, അതൊന്നും ഒരാൾക്കും ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. അത് താനല്ല, അമീർ ഖാൻ ചെയ്താൽ പോലും അത് ഫ്ലോപ്പായിരിക്കും. സത്യമായിട്ടത്. നമ്മുടെ ആയുഷ്മാൻ ഖുറാനെ കണ്ടിട്ടില്ലേ? എന്ത് രസമായിട്ടാണ് കഥകളൊക്കെ തിരഞ്ഞെടുക്കുന്നത്. എടോ, താൻ ഇത്ര വലിയ സുന്ദരൻ, സുമുഖൻ, ഇത്ര ഹൈറ്റൊക്കെ ഇല്ലേ? എന്നിട്ട് അങ്ങനെ ഒന്നും ചെയ്യേണ്ടെന്ന് തന്നില്ല. ഇപ്പം എൻ്റെ കയ്യിലോട്ട് കിട്ടിയിട്ടേ നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ശരിയാക്കി എടുക്കാം. അതൊക്കെ ശരിയാണ്. പക്ഷെ താൻ ശരിയല്ല.
തന്റെ ഇവിടുത്തെ പരിപാടികളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. എന്ത് എടോ ഇത്രയും കാലമായിട്ട് താൻ എനിക്കൊരു പുസ്തകം തന്നിട്ടുണ്ടോ? പുസ്തകം? ഏ ഏ താൻ ഇവിടെ പലർക്കും പുസ്തകം കൊടുത്തൊക്കെ ഞാൻ അറിയുന്നുണ്ട്. താൻ കുറിച്ച് ഓവറ, താൻ എവിടെ പോകും? ആരോറാണ്? താനാണ് ഓറ്. ഇരിക്കവിടെ. ഞാൻ- ഞാൻ ഒന്ന് മുള്ളാൻ പോവാണ്. അതിനും തന്റെ കോച്ചിങ് വേണം. ആ ആ അല്ലെങ്കിൽ ഞാൻ തന്നു വിടാം. കൊണ്ടോ ഒഴിച്ചിട്ടുണ്ടോ? അങ്ങ് അങ്ങ് ആ അപ്പൊ അവിടെ ഇരിക്ക്. വന്നിട്ട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. അങ്ങനെ പറ. തനിക്ക് എന്റെ സൂപ്പർ സ്റ്റാർ എടുത്ത് കളയണമല്ലേ? സൂപ്പർ സ്റ്റാർ ഡേവിഡ് പടിക്കലാറാ. ഞാൻ നാളെ കാണിച്ചു തരാം കേട്ടോ. ഏഴോ അല്ല മാഷേ, മാഷേ